ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഉദ്യാനരേഖയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഭഗവത് നാമത്തിൻ്റെ മഹത്വം അറിയാൻ സാധിക്കുന്ന ഒരു കഥ കേൾക്കാം. അജാമിളൻ്റെ കഥയാണ് നമ്മളിന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഭഗവത് കഥയല്ലേ, ഒന്നുകൂടി കേട്ടോളൂ. ഉത്തരേന്ത്യയിലെ ഒരു നഗരമായ കന്യാകുബ്ജത്തിലാണ് അജാമിളൻ എന്ന ബ്രാഹ്മണൻ ജീവിച്ചിരുന്നത്. അദ്ദേഹം വളരെ ധാർമ്മികനായ ഒരു ഗൃഹസ്ഥാശ്രമിയായിരുന്നു. അദ്ദേഹം ഒരു ദിവസം പൂജാദ്രവ്യങ്ങൾ ശേഖരിക്കുന്നതിനായി വനത്തിലേക്ക് പോയ വഴിയിൽ അദ്ദേഹം സുന്ദരിയും അഹങ്കാരിയും ദുഷിച്ച രീതിയിൽ ജീവിക്കുന്നവളുമായ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി. അജാമിളൻ അവളിൽ ആകൃഷ്ടനായി. അദ്ദേഹം കുടുംബത്തെയും കുലത്തെയും ഒക്കെ മറന്ന് അവളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങി. സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കാൻ തുടങ്ങി. കയ്യിലുള്ള സമ്പാദ്യങ്ങളൊക്കെ തീർന്നപ്പോൾ ആ ബ്രാഹ്മണൻ ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി. കുട്ടികളും കുറേ അധികം ഉണ്ടായി. അപ്പോൾ അവരെയൊക്കെ പോറ്റാനായി പക്ഷിമൃഗാദികളെ കൊന്നും ചൂത് കളിച്ചും അങ്ങനെ ദുഷ്കർമ്മങ്ങളിൽ മാത്രം മുഴുകി സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ കാലം കടന്നുപോയി. അദ്ദേഹത്തിന് പ്രായവും അധികമായി. രോഗങ്ങളും അലട്ടാൻ തുടങ്ങി. മരണസമയം അടുത്തപ്പോൾ യമകിങ്കരന്മാർ അദ്ദേഹത്തെ കൊണ്ടുപോകാനായി എത്തി. അവരുടെ രൂപവും ഭാവവും ഒക്കെ കണ്ട് ഭയന്നുപോയ അദ്ദേഹം തൻ്റെ ഇഷ്ടപുത്രനായ നാരായണനെ ഉറക്കെ വിളിച്ച് കരയാൻ തുടങ്ങി. നാരായണ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ദീനമായിട്ട് കരയാൻ തുടങ്ങി. പക്ഷേ ആ വിളി ഭഗവാന്റെ പാർഷദന്മാരായ 4 സിദ്ധയോഗികൾ കേട്ടിട്ട് അവിടേക്കെത്തി. ഭയത്തോടെയാണെങ്കിലും അജാമിളൻ്റെ പൂർവജന്മ പുണ്യം കൊണ്ട് ആ നാവിൽ നിന്നും വന്ന നാരായണ നാമത്തിൻ്റെ മാഹാത്മ്യത്തിൽ വിഷ്ണുദൂതന്മാർ എത്തുകയായിരുന്നു. അജാമിളൻ കൊടും പാപിയാണെന്നും ഞങ്ങൾക്ക് കൊണ്ടുപോകാതിരിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞ യമകിങ്കരന്മാരോട് വിഷ്ണുദൂതന്മാർ പറഞ്ഞു, ഭഗവാന്റെ നാമം ഉരുവിടുക എന്നത് എല്ലാ പാപങ്ങൾക്കും പരിഹാരമാണ്. ഭയന്നിട്ടാണെങ്കിലും പുത്രനെ ഉദ്ദേശിച്ചാണെങ്കിലും ഭഗവാന്റെ പുണ്യമായ നാമമാണ് വിളിച്ചത്. അതോടെ ഈ ജന്മത്തിലെ മാത്രമല്ല, കോടി ജന്മത്തിലെ പാപങ്ങൾക്ക് കൂടിയാണ് പ്രായശ്ചിത്തമായത്. അത്രയും മഹാത്മ്യവും മഹത്വവും ശക്തിയുമുള്ളതാണ് ഭഗവത് നാമങ്ങൾ ഓരോന്നും. ഇത് കേട്ടപ്പോൾ യമകിങ്കരന്മാർ മടങ്ങിപ്പോയി. വിഷ്ണുദൂതന്മാർ അജാമിളനെ ഹരിദ്വാറിൽ കൊണ്ടുവിട്ടു. അവിടെ ഇരുന്ന് ജപം ചെയ്ത് അദ്ദേഹം മോക്ഷം പ്രാപിച്ചു. അജാമിളനില്ലാതെ തിരിച്ചു വന്ന യമകിങ്കരന്മാർ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ യമധർമ്മരാജനോട് പറഞ്ഞു. അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനിമേലിൽ ഭഗവാന്റെ ഭക്തന്മാരുടെ അടുത്ത് പോകരുതെന്ന് താക്കീതും നൽകി. അറിയാതെയായാൽ പോലും ഭഗവാന്റെ നാമം ജപിച്ചാലുള്ള ശക്തിയും മാഹാത്മ്യവും മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു കഥയില്ല. ഇത്ര മഹത്തായ നാമം ഭക്തിയോടും ശ്രദ്ധയോടും ഈശ്വരാർപ്പണമായും ജപിച്ചാലുള്ള അവസ്ഥ നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് സമയം കളയാതെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഭഗവത് നാമങ്ങൾ ജപിച്ചോളൂ എല്ലാവരും. ഭഗവാൻ കൂടെയുണ്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സർവം ശ്രീ ഗുരുവായൂരപ്പാർപ്പണമസ്തു.